സഭാപ്രസംഗകൻ 3-ാം അധ്യായവുമായി ബന്ധപ്പെട്ട 43 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഒരവസരമുണ്ട് എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും. ചോദ്യം 2. താഴെ പറയുന്ന സൂചനകളുടെ ശരിയായ ക്രമമേത്? ഉത്തരം ജനിക്കാൻ, മരിക്കാൻ, നടാൻ, നട്ടത് പറിക്കാൻ. ചോദ്യം 3. നടാൻ ഒരു കാലം എന്നതിന് വിരുദ്ധമായി അതേ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഉത്തരം നട്ടത് പറിക്കാൻ ഒരു കാലം. ചോദ്യം 4. സഭാപ്രസംഗകൻ 3:3 അനുസരിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ ക്രമമേത്? ഉത്തരം കൊല്ലാൻ, സൗഖ്യമാക്കാൻ, തകർക്കാൻ, പണിതുയർത്താൻ. ചോദ്യം 5. തകർക്കാൻ ഒരു കാലം എന്നതിന് ശേഷം പറയുന്നത് എന്ത്? ഉത്തരം പണിതുയർത്താൻ ഒരു കാലം. ചോദ്യം 6. സഭാപ്രസംഗകൻ 3:4 വിലപിക്കാൻ ഒരു കാലം എന്ന പ്രസ്താവനയ്ക്ക് ശേഷം വരുന്നത് ഏത്? ഉത്തരം നൃത്തം ചെയ്യാൻ ഒരു കാലം. ചോദ്യം 7. താഴെ പറയുന്നവയിൽ ഒരേ വാക്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം മൗനം പാലിക്കാൻ, സംസാരിക്കാൻ. ചോദ്യം 8. കല്ലുകളെ സംബന്ധിച്ച് ആദ്യം പറയുന്നത് എന്ത്? ഉത്തരം കല്ല് പെറുക്കിക്കളയാൻ. ചോദ്യം 9. സഭാപ്രസംഗകൻ 3:5 ആലിംഗനത്തെക്കുറിച്ച് പറയുന്ന വാക്യത്തിൽ പരാമർശിക്കുന്ന എതിർപദം ഏത്? ഉത്തരം ആലിംഗനം ചെയ്യാതിരിക്കാൻ. ചോദ്യം 10. സഭാപ്രസംഗകൻ 3:6 അനുസരിച്ച് താഴെ പറയുന്നവയിലെ ശരിയായ ക്രമമേത്? ഉത്തരം സമ്പാദിക്കാൻ, നഷ്ടപ്പെടുത്താൻ, സൂക്ഷിച്ചു വയ്ക്കാൻ, എറിഞ്ഞുകളയാൻ. ചോദ്യം 11. നഷ്ടപ്പെടുത്താൻ ഒരു കാലം എന്നതിന് ശേഷം വരുന്നത് ഏത്? ഉത്തരം സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കാലം. ചോദ്യം 12. സഭാപ്രസംഗകൻ 3:7 ആദ്യമായി പറയുന്ന പ്രവൃത്തി ഏത്? ഉത്തരം കീറാൻ. ചോദ്യം 13. കീറുന്നതും തുന്നുന്നതും കഴിഞ്ഞു വരുന്ന ശരിയായ പ്രസ്താവനാ പദങ്ങൾ ഏത്? ഉത്തരം മൗനം പാലിക്കാൻ, സംസാരിക്കാൻ. ചോദ്യം 14. സഭാപ്രസംഗകൻ 3:8 ആദ്യം പറയുന്നത് ഏത്? ഉത്തരം സ്നേഹിക്കാൻ. ചോദ്യം 15. യുദ്ധത്തിനൊരു കാലം എന്ന പ്രസ്താവനയ്ക്ക് ശേഷം വരുന്നത് ഏത്? ഉത്തരം സമാധാനത്തിനൊരു കാലം. ചോദ്യം 16. സഭാപ്രസംഗകൻ 3:8 ശരിയായ ആശയക്രമം ഏത്? ഉത്തരം സ്നേഹിക്കാൻ, ദ്വേഷിക്കാൻ, യുദ്ധത്തിന്, സമാധാനത്തിന്. ചോദ്യം 17. അധ്വാനിക്കുന്നവനെ കുറിച്ചുള്ള ചോദ്യം ഏതു വാക്യത്തിലാണ്? ഉത്തരം സഭാപ്രസംഗകൻ 3:9. ചോദ്യം 18. ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയതായി സഭാപ്രസംഗകൻ കണ്ടത് എന്ത്? ഉത്തരം ശ്രമകരമായ ജോലി. ചോദ്യം 19. ദൈവം സമസ്തവും ഭംഗിയായിരിക്കത്തക്ക വിധം സൃഷ്ടിച്ചത് എപ്പോഴാണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം അതതിന്റെ കാലത്ത്. ചോദ്യം 20. മനുഷ്യ മനസ്സിൽ ദൈവം നിക്ഷേപിച്ച ബോധം എന്തിനെക്കുറിച്ചുള്ളതാണ്? ഉത്തരം കാലത്തിന്റെ സമഗ്രത. ചോദ്യം 21. മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്താണ്? ഉത്തരം ദൈവത്തിന്റെ പ്രവൃത്തികൾ. ചോദ്യം 22. ജീവിതകാലം മുഴുവൻ മനുഷ്യർ എന്തു ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മറ്റൊന്നുമില്ലെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ആനന്ദിക്കുകയും ആസ്വദിക്കുകയും. ചോദ്യം 23. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിനൊപ്പം മനുഷ്യൻ എന്ത് ആസ്വദിക്കുന്നതാണ് ദൈവത്തിന്റെ ദാനം? ഉത്തരം അധ്വാന ഫലം. ചോദ്യം 24. സഭാപ്രസംഗകൻ 3:13 പ്രകാരം താഴെ പറയുന്നവയിൽ ദൈവത്തിന്റെ ദാനമായി പറയാത്തത് ഏത്? ഉത്തരം ശാശ്വത സമാധാനം നേടുക. ചോദ്യം 25. ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള പ്രധാന വിശേഷണം ഏത്? ഉത്തരം ശാശ്വതം. ചോദ്യം 26. ദൈവത്തിന്റെ പ്രവൃത്തികളോട് എന്ത് ചെയ്യാൻ സാധ്യമല്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം കൂട്ടാനോ കുറയ്ക്കാനോ.
ചോദ്യം 27. ഇന്നുള്ളത് എന്താണെന്ന് വചനം പറയുന്നു? ഉത്തരം പണ്ടേ ഉണ്ടായിരുന്നത്. ചോദ്യം 28. ഇനി ഉണ്ടാകാനിരിക്കുന്നത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഉണ്ടായിരുന്നത് തന്നെ. ചോദ്യം 29. കടന്നുപോയ ഓരോന്നിനെയും ദൈവം എപ്പോൾ തിരിച്ചു കൊണ്ടുവരും? ഉത്തരം യഥാകാലം. ചോദ്യം 30. സൂര്യന് കീഴെ എവിടെ പോലും തിന്മ കുടികൊള്ളുന്നതായാണ് സഭാപ്രസംഗകൻ കണ്ടത്? ഉത്തരം ന്യായപീഠത്തിൽ പോലും. ചോദ്യം 31. നീതി പുലരേണ്ടിടത്ത് എന്താണ് കുടികൊള്ളുന്നതായി സഭാപ്രസംഗകൻ കണ്ടത്? ഉത്തരം തിന്മ. ചോദ്യം 32. ദൈവം ആരെ വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം നീതിമാനെയും ദുഷ്ടനെയും. ചോദ്യം 33. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും എന്താണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്? ഉത്തരം സമയം. ചോദ്യം 34. മനുഷ്യമക്കളെ പരീക്ഷിക്കുന്നതിലൂടെ ദൈവം അവർക്ക് എന്ത് കാണിക്കുകയാണെന്നാണ് സഭാപ്രസംഗകൻ കരുതിയത്? ഉത്തരം അവർ വെറും മൃഗങ്ങളാണെന്ന്. ചോദ്യം 35. സഭാപ്രസംഗകന്റെ അഭിപ്രായത്തിൽ മനുഷ്യനും മൃഗത്തിനും ഒരേപോലെയുള്ളത് എന്താണ്? ഉത്തരം ഗതി, ശ്വാസം. ചോദ്യം 36. മനുഷ്യന് മൃഗത്തെക്കാൾ എന്തില്ലെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം യാതൊരു മേന്മയും. ചോദ്യം 37. സഭാപ്രസംഗകൻ 3:20 എല്ലാം മിഥ്യയാണ് എന്നതിന് പിന്നാലെ പറയുന്ന ആശയം ഏത്? ഉത്തരം എല്ലാം ഒരിടത്തേക്ക് പോകുന്നു. ചോദ്യം 38. എല്ലാം എവിടെ നിന്നാണ് ഉണ്ടായതെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം പൊടിയിൽ നിന്ന്. ചോദ്യം 39. എല്ലാം ഒടുവിൽ എവിടേക്കാണ് മടങ്ങുന്നത്? ഉത്തരം പൊടിയിലേക്ക്. ചോദ്യം 40. മനുഷ്യന്റെ പ്രാണനെക്കുറിച്ചുള്ള ചോദ്യം ഏത് ദിശയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മേൽപോട്ട്. ചോദ്യം 41. മൃഗത്തിന്റെ പ്രാണൻ എവിടേക്ക് പോകുന്നുവോ എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം താഴെ മണ്ണിലേക്ക്. ചോദ്യം 42. മനുഷ്യന് ഏറ്റവും മെച്ചമായി ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ 3:22 പറയുന്നത്? ഉത്തരം തന്റെ പ്രവൃത്തി ആസ്വദിക്കുക. ചോദ്യം 43. മനുഷ്യന്റെ ഗതി എന്തു തന്നെയാണെന്നാണ് സഭാപ്രസംഗകൻ 3:22 പറയുന്നത്? ഉത്തരം മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നത്. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.